ഫസ്റ്റ് അസിസ്റ്റൻ്റ് എന്നുള്ള നിലയിൽ സ്ക്രിപ്റ്റ് കോപ്പി എടുക്കാനുള്ള അവസരം കിട്ടിയത് രണ്ട് തരത്തിലാണ് എനിക്ക് സന്തോഷം നൽകിയത്. ഒന്ന്, ലൊക്കേഷനിൽ പലപ്പോഴും നമുക്ക് രാവിലെ ഇരുന്ന് ഈ സ്ക്രിപ്റ്റ് കോപ്പി എടുക്കേണ്ടി വരും. കാരണം രാത്രി 11 വരെ ഇരുന്ന് എഴുതി രാവിലെ തന്നെ നമ്മുടെ കയ്യിലേൽപ്പിക്കും. ഷൂട്ടിംഗ് ഏകദേശം ഒരു 7-7:30 തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സാധനം പുതിയ വൃത്തിയുള്ള കയ്യക്ഷരത്തിൽ എഴുതി കൊടുക്കേണ്ട ചുമതല നമുക്കാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ ലൊക്കേഷനിൽ ഒരു സൈഡിൽ എവിടെയെങ്കിലും കസേരയും ഒരു ചെറിയ ടേബിൾ ഇട്ടിരുന്ന് ഇത് തിരക്കിട്ടെഴുതും. ഈ സമയത്ത് ഷൂട്ടിംഗ് കാണാൻ പല പ്രദേശത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് കൂടിയിട്ടുണ്ടാവും. അവരെല്ലാവരും നോക്കുന്നത് ഈ എഴുതിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അവരെന്താണ് പറയുന്നത്, ഈ സിനിമയുടെ കഥാകൃത്താവും ആ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിലർ പരിചയപ്പെടാൻ വരും. നമസ്കാരം, ചേട്ടനാണോ ഈ സിനിമയുടെ കഥാകൃത്ത്? അപ്പോൾ ഞാൻ ഇടങ്ങണ്ടിട്ട് ഇടത്തും വലത്തും സംവിധായകനോ മറ്റ് അസിസ്റ്റൻസ് സുഹൃത്തുക്കളൊന്നും ഉണ്ടോ ഇല്ലയോ നോക്കുക. ആരും ഇല്ലെങ്കിൽ പതുക്കെ കാച്ചും അതേ ചേട്ടൻ്റെ പേര്. അങ്ങനെയാണ് നമ്മുടെ ഒരു. അപ്പോൾ അവർ പോയിട്ട് പിന്നെ കാണാൻ നിൽക്കുന്ന മറ്റുള്ളവർ പറയുകയാണ് അത് കഥാകൃത്താണ്. അപ്പോൾ അവരൊക്കെ എന്നെ ഭയങ്കര അത്ഭുതത്തിലോ സിനിമയുടെ കഥാകൃത്ത്. ഈ ഒരു രസകരമായ മൂഡിലായിരുന്നു ആറ്റുവേലയുടെ ഫസ്റ്റ് അസിസ്റ്റൻ്റായി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. രണ്ടാമത്തെ ഒരു ഭാഗ്യം, ഒരു സിനിമയുടെ കഥ എങ്ങനെ തിരക്കഥയാവുന്നു, തിരക്കഥ എങ്ങനെ സംഭാഷണങ്ങളാവുന്നു, ആ സംഭാഷണത്തിൽ ഏതൊക്കെ തരത്തിലാണ് അതിൻ്റെ ഇടവേളകളിൽ എഴുതി ചേർക്കുന്ന ഡിസ്ക്രിപ്ഷൻസ്, ഒരു നോട്ടത്തെക്കുറിച്ച്, ഭാവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഓടുന്ന നായികയുടെ കാലുകൾ എന്നൊക്കെ പറഞ്ഞ് ഓരോ സീനും എടുക്കാനുള്ള ഷോർട്ട് ഡിവൈഡിങ് ഫാക്ടറായിട്ടാണ് ഈ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു തിരക്കഥാകൃത്തിൻ്റെ പാഠം തുടങ്ങി വയ്ക്കാനും ഈ ഒരു ജോലിയിലൂടെ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് മഹാഭാഗ്യം തന്നെയല്ലേ. പിന്നെ ഒന്ന്, ഒരു സീൻ എത്ര ഷോട്ടുകളായി ഡിവൈഡ് ചെയ്യപ്പെടുന്നു, അതിൽ ക്ലോസ് ഷോട്ട് എവിടേക്ക് വരുന്നു, മിഡ് ഷോട്ട് എവിടെ വരുന്നു, ലോങ് ഷോട്ട് എവിടെ വരുന്നു, എവിടെ ക്രെയിൻ ഷോട്ട് വരുന്നു, എവിടെ ട്രോളി ഷോട്ട് വരുന്നു, എവിടെ സബ്ജക്റ്റീവ് ഷോട്ട് വരുന്നു, അല്ലെങ്കിൽ സജഷൻ ഷോട്ട് വരുന്നു. ഇങ്ങനെ ഷോട്ടുകളുടെ ഒരു കന്നിമാസം തന്നെയാണ് സിനിമ എന്നുള്ളത് ഈ പേജിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ ഷോട്ടിൻ്റെ പേരുകൾ വായിച്ചുകൊണ്ടും അത് സീൻ എടുക്കുമ്പോൾ സംവിധായകൻ്റെ ആ ഷോട്ടിൻ്റെ ക്യാമറാമാൻ നിശ്ചയിക്കപ്പെടുന്ന ആ സീനുകളെക്കുറിച്ച് പഠിക്കാനും ഈ സ്ക്രിപ്റ്റ് അസോസിയേറ്റ് ഡയറക്ടർ എൻ്റെ കയ്യിൽ തരുമ്പോഴേക്ക് അതിലെ മാർക്കുകൾ പരിശോധിച്ച് മനസ്സിലാക്കാൻ, ആഴത്തിൽ സംവിധാനകലയെക്കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ ഭാഗ്യം തന്നെയല്ലേ. ഇന്നിപ്പോൾ കാലം മാറിയിരിക്കുന്നു. സ്ക്രിപ്റ്റ് കോപ്പി എടുക്കണ്ട, എഴുതുമ്പോൾ തന്നെ അത് DTP എടുത്ത് പ്രിൻ്റാക്കി ആവശ്യത്തിനുള്ള ഫോട്ടോസ്റ്റാറ്റ് എടുക്കേണ്ട ജോലിയാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിന് ഇപ്പോഴുള്ളൂ. അതുമാതിരി തന്നെ ഷോട്ടുകൾക്ക് പണ്ട് സംവിധായകർക്ക് ഒരു നിർബന്ധ കലയുണ്ടായിരുന്നു. എന്തായിരുന്നു? ഒരു ക്ലോസ് ഷോട്ടിന് ഒരു കൗണ്ടർ ക്ലോസ്, ഒരു മിഡ് ഷോട്ടിന് കൗണ്ടർ മിഡ്, ഒരു സജഷൻ ഷോട്ടിന്, സജഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ തലയുടെ പശ്ചാത്തലത്തിൽ എതിരെ നിൽക്കുന്ന ആളോട് സംസാരിക്കുന്ന ഷോട്ടാണ് സജഷൻ. ആ സജഷൻ, ഒരു സജഷൻ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ എതിരെ നിൽക്കുന്ന ആളുടെ തല കാണിച്ചുകൊണ്ട് സജഷൻ ഷോട്ട് തിരിച്ചും എടുക്കണം.